ഇന്നത്തെ ആയിട്ടൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നലാപുരം. ഇന്ന് ജൂൺ മാസം 16 തീയതി വരുന്നത് 2024. ഇന്ന് ഞായറാഴ്ച. മിഥുനമാസം 2 ദുൽഹജ്ജ് മാസം 9 ഇന്ന് വരുന്നത്. 18 ലക്ഷത്തിലധികം ഹാജിമാർ ഇന്നലെ അറഫ മൈതാനിയിൽ സംഗമിച്ചു. അറഫയിൽ സംഗമിച്ചാലേ ഹാജിമാരുടെ ഹജ്ജ് പൂർത്തിയാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. എത്ര വയ്യെങ്കിലും തോളിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ കട്ടിൽ തൂക്കിയിട്ടോ ആംബുലൻസിലോ കൊണ്ടുവന്ന് ഉച്ചയിരുന്നത് മുതൽ നോന്തിയണവരെങ്കിലും അവിടെ നിൽക്കണം. എന്നാൽ മാത്രമാണ് ഹാജിമാരുടെ പെരുന്നാളും ഹജ്ജും പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിന് വന്നിട്ട് എല്ലാവരും അവിടെ സംഗമിക്കുക പതിവാണ്. ഹജ്ജ് പൂർത്തീകരണത്തിന് അത് ആവശ്യമാണ്. ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ പെരുന്നാൾ. ഒമാനിലും നമ്മുടെ നാട്ടിലൊക്കെ നാളെയാണ് പെരുന്നാൾ വരുന്നത്. വിശ്വാസികൾ ഇന്ന് അറഫൻ്റെ സുന്നത്ത് നോമ്പെടുക്കുന്നു. ബലമായ സുന്നത്താണ് ഈ നോമ്പിനുള്ളത്. ഇന്നത്തെ ദിവസമാണ് അത് എല്ലാവരും എടുക്കുന്നത്. പോയ ഒരു കൊല്ലത്തെയും വരാനുള്ള ഒരു കൊല്ലത്തെയും പാപങ്ങൾ പടച്ചോൻ പുറത്തു തരും എന്നൊരു വിശ്വാസവും കൂടി ഇതിലുണ്ട്. നാളെ വലിയ പെരുന്നാൾ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുമ്പോൾ ഗസയിൽ ജനങ്ങൾ പട്ടിണിക്കിടയിലും അവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല ദിക്കിൽ നിന്നും ആളുകൾക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഉത്തർപ്രദേശത്തെ കാര്യം വ്യത്യസ്തമാണ്. അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മാത്രം നിസ്കരിക്കാൻ പറ്റുള്ളൂ. പാതൻ്റെ ഉയരത്തോ പെരുവഴിയിലോ ഏതെങ്കിലും ഗ്രൗണ്ടിലോ സ്ഥലം ഉണ്ടാക്കിയിട്ട് നിസ്കരിച്ച വിവരം അറിയും. അവർക്കെതിരെ കേസെടുക്കും, അവരിനെയൊക്കെ ജയിലിലിടും എന്ന് പറഞ്ഞു. നാളെ നിസ്കരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ വിമാനം പറപ്പിച്ചു വിടും. ഡ്രോണ് നിരീക്ഷണത്തിലൂടെ അത് നോക്കിയിട്ട് തെറ്റായിട്ടുള്ള സ്ഥലത്താണ് നിസ്കരിക്കുന്നത് പറഞ്ഞാൽ കേസെടുക്കുന്ന UP മുഖ്യമന്ത്രി ആദിത്യ യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലത്തൂർ വലിയൊരു കെട്ടിടം പൊന്തിയിട്ടുണ്ട്. ആലത്തൂർ എട്ടക്കുളത്തിൻ്റെ അടുത്തുള്ള അഭയ ജംഗ്ഷനിൽ പണ്ട് അഭയ ആശുപത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ഉടനെ അതിൻ്റെ പണി തീരുന്നാണ് പറഞ്ഞു വരുന്നത്. സിനിമാ നടൻ മമ്മൂട്ടിൻ്റെ മകനും സിനിമാ നടനുമായ ദുൽഖർ സൽമാനാണത്രേ അതിൻ്റെ മുതലാളി. എല്ലാവിധ മെഷീനുകളും അവിടെ എത്തിയിട്ടുണ്ട്. ചോരയും മൂത്രമൊക്കെ പരിശോധിക്കുന്ന ലാബ് മെഷീനുകളും ഫോട്ടോ എടുക്കുന്ന മെഷീനുകളും സ്കാനിങ്ങിൻ്റെ മെഷീനുകളൊക്കെ എത്തി അത് പിടിപ്പിക്കുന്ന പണിയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മൈലാഞ്ചിയിടൽ മത്സരം ഇന്നലെ നടന്നു. പല്ലസേന VIM ഹൈസ്കൂളിലെ പെൺകുട്ടികളും പാലക്കാട് മോയൻ സ്കൂളിലെ പെൺകുട്ടികളും ഒക്കെയാണ് ഇന്നലെ മൈലാഞ്ചി ഇട്ടിട്ട് അതിൻ്റെ ചിത്രം പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഭൂചലനം ഉണ്ടായി, ഭൂമി കുലുങ്ങി. അതിൻ്റെ പേരിൽ ചില വീടുകൾക്ക് വിള്ളലും പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് തൃത്താല പറയുന്ന സ്ഥലത്തും തിരുസൂർ കുന്നംകുളത്തുമാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. തിരുസൂർ ക്രിസ്ത്യൻ പള്ളിയിൽ ലൂർദ് മാതാ പള്ളിയിൽ മാതാവിൻ്റെ പ്രതിമയ്ക്ക് സിനിമാ നടനും പുതിയതായി ജയിച്ച MP ആയിട്ടുള്ള സുരേഷ് ഗോപി സ്വർണ്ണമാല ഇട്ട് കൊടുത്തു. ആദ്യമേ പറഞ്ഞു, കിരീടം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ സ്വർണ്ണമാല ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വാക്കാണ് പാലിച്ചത്. ആവശ്യത്തിന് സൗകര്യമില്ല പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലത്തെ കുട്ടികൾ ഐവൻ്റെ ഉയരത്ത് പാതൻ്റെ ഉയരത്തൊക്കെ ആയിട്ട് ടാർപ്പായി വലിച്ചു കെട്ടിയിട്ട് സമരം ചെയ്യുന്നത്. വെയിലും മഴയൊന്നും കൊള്ളുന്ന കണക്കാക്കാണ്ടാണ് കുട്ടികൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ പാടുപെട്ട് ഇവിടെ അഡ്മിഷനും മറ്റും വാങ്ങിയിട്ട് നിങ്ങൾക്ക്
ഇവിടെ പരിശീലനം കിട്ടുന്നില്ല. പുസ്തകം നോക്കി പഠിച്ചിട്ടും ടി വി നോക്കി പഠിച്ചിട്ടേ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പഠിച്ചു പോയവർക്കും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പേര് മാത്രമേ ഉള്ളൂ ഡോക്ടർ ഭാഗം പഠിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഭാഗം പഠിക്കുന്ന കുട്ടികൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പ്രിൻസിപ്പാളും ഇവരും പറയും നിങ്ങൾക്ക് പരിശീലനം വേണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരോ തിരുച്ചൂരോ വല്ലവിടെയും പോയിട്ട് പരിശീലിക്കുക. ഇവിടെ വലിയ കെട്ടിടങ്ങളേ ഉള്ളൂ, ഇവിടെ രോഗികളില്ല, ഇത് പഠിപ്പിച്ചു തരാനെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടം വന്നു. കുട്ടികൾക്ക് MP ശ്രീകണ്ഠൻ വന്നിട്ട് എന്താ വേണ്ടി ചെയ്യുക, കുട്ടികളെ നിങ്ങൾ വൈൻഡ് വന്നിട്ട് സമരം ചെയ്യണ്ട, പോയി പഠിക്കാൻ നോക്ക്, ഞങ്ങൾ വലിയ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അവർക്കുള്ള പരിശീലന ക്ലാസ് കൊടുക്കുന്നുണ്ട്, പ്രാക്ടീസും തിയറിയൊക്കെ ഇവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, പറ്റാവുന്നിടത്തോളം ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞു. കുറച്ച് കുട്ടികൾ ശരി പറഞ്ഞിട്ട് തലയാട്ടിയിട്ട് സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വയ്യാണ്ട് കിടക്കുന്ന ഒരു ഡോക്ടർ ഭാഗം പഠിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സമരത്തിന് BJP നേതാവ് ശ്രീകൃഷ്ണകുമാറും കൂട്ടാളികളും വന്നിട്ടും പറഞ്ഞു വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഭയങ്കര സങ്കടമുണ്ട്, അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കി തരണമെന്ന് കുട്ടികളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 ദിവസമായിട്ട് തീവണ്ടിയിലത്തെ ഡ്രൈവർമാർ സമരത്തിലാണ്. അവർക്ക് ഉള്ള ആനുകൂല്യങ്ങളും താമസ സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല പറഞ്ഞിട്ട് സമരം ചെയ്ത് ആ 16 എണ്ണത്തിനെയും ജോലിയിൽ തിരിച്ചെടുത്തു. അവർ പിണങ്ങിയിട്ട് ജോലിക്ക് വരാണ്ട്, വണ്ടി ഓട്ടിക്കാൻ വിളിച്ചാൽ വരാണ്ട് മാറി നടക്കുകയായിരുന്നു തീവണ്ടി ഡ്രൈവർമാർ. അവർക്ക് വീണ്ടും ജോലിയിൽ കയറാനുള്ള അവസരം കൊടുത്തു. നാളെ വലിയ പെരുന്നാളായിട്ട് ആലത്തൂർ ലിങ്ക് റോഡ് പള്ളിയിൽ കൃത്യം 8 മണിക്ക് തന്നെ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്ന അവിടുത്തെ പള്ളി ഇമാം നാഫി ഉസ്താദ് പറഞ്ഞു. അതുപോലെ വലിയ പള്ളിയിൽ തറവാട്ട് പള്ളിയിൽ 8:30-ക്കാണ് നിസ്കാരമെന്നും അവിടുത്തെ കമ്മിറ്റിക്കാർ അറിയിച്ചു. ജമാഅത്ത് പള്ളിയിൽ 7:30-ക്ക് തന്നെ നിസ്കാരം തുടങ്ങുന്നു പറഞ്ഞു. ഏത് ഗാഹിലാണ് തോന്നുന്നു നിസ്കാരം കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും അവർ 7:30-ക്ക് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മഴയുണ്ടെങ്കിൽ പള്ളിയിൽ, മഴയില്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടിൽ വഹിക്കും അത്ര നമസ്കാരം ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹോട്ടൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൊല്ലംകോട്ടിലാണ് സംഭവം. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇത് നടത്തിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ വേണ്ടി അടുത്ത മുതലാളി പറഞ്ഞു. 98 47 02 30 24. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.